നമസ്കാരം. PSC ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 10th ലെവൽ പ്രാഥമിക പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളും ഇത്തവണ 2022 ചോദ്യവിഷയമായേക്കാവുന്ന അനുബന്ധ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോയാണ് ഇത്. ഈ പ്രാഥമിക പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പനാണ്. കായൽ സമ്മേളനം 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. ഇനി പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങൾ കണ്ണോടിച്ചു പോകാം. എറണാകുളം ജില്ലയിലെ ചേരനെല്ലൂരിൽ കണ്ടത്തുപറമ്പിൽ പാപ്പുവിൻ്റെയും കൊച്ചുപെണ്ണിൻ്റെയും മകനായി 1885 മെയ് 24 പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചു. KP കറുപ്പൻ്റെ ജനനം 1885 മെയ് 24 ഓരോ നവോത്ഥാന നായകരുടെയും ജനനം, ജനനസ്ഥലം, വീട്ടുപേര്, ബാല്യകാലനാമം, പൂർണ്ണനാമം, അപരനാമം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോക്കി എടുത്തു പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ നവോത്ഥാന നായകൻ്റെയും ജനനസ്ഥലം, ജനന ഡേറ്റ്, ജനന വർഷം, ബാല്യകാലനാമം, വീട്ടുപേര്, പൂർണ്ണനാമം, അപരനാമം എന്നിവ ഓരോ PSC ഉദ്യോഗാർത്ഥിയും എടുത്തു പഠിക്കേണ്ട കാര്യങ്ങളാണ്. എറണാകുളം ജില്ലയിലെ ചേരനെല്ലൂരിൽ കണ്ടത്തുപറമ്പിൽ പാപ്പുവിൻ്റെയും കൊച്ചുപെണ്ണിൻ്റെയും മകനായി 1885 മെയ് 24 പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചു. ഈ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാല്യകാലനാമം ശങ്കരൻ എന്നാണ്. വീട്ടുപേര് സാഹിത്യകുടീരം. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ വീട്ടുപേരാണ് സാഹിത്യകുടീരം. പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ പൂർണ്ണനാമമാണ് കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. കേരള ലിങ്കൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേരനെല്ലൂരിൽ കണ്ടത്തുപറമ്പിൽ പാപ്പുവിൻ്റെയും കൊച്ചുപെണ്ണിൻ്റെയും മകനായി 1885 മെയ് 24 ജനിച്ച പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാല്യകാലനാമം ശങ്കരൻ എന്നാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യകുടീരം എന്നാണ്. പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. കേരള ലിങ്കൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ആദ്യ കാവ്യമാണ് സ്തോത്രമന്ദാരം. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ആദ്യ കാവ്യം സ്തോത്രമന്ദാരമാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ എന്ന ബഹുമതിയും കൊച്ചി മഹാരാജാവ് കവിതിലകൻ സാഹിത്യ നിരൂപകൻ എന്നീ ബഹുമതികളും നൽകി പണ്ഡിറ്റ് KP കറുപ്പനെ ആദരിച്ചിട്ടുണ്ട്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ എന്ന ബഹുമതിയും കൊച്ചി മഹാരാജാവ് കവിതിലകൻ എന്ന പദവിയും സാഹിത്യ നിരൂപകൻ എന്ന ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പൻ 1907 അരയ സമാജം സ്ഥാപിച്ചു. പണ്ഡിറ്റ് KP കറുപ്പൻ 1907 അരയ സമാജം സ്ഥാപിച്ചു. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. വർഷം 1907. 1913 കൊച്ചി പുലയ മഹാസഭയുടെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1913 കൊച്ചി പുലയ മഹാസഭയുടെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1912 KP കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത്. 1925 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1925 KP കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ആദ്യ കാവ്യമാണ് സ്തോത്രമന്ദാരം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ എന്ന ബഹുമതിയും കൊച്ചി മഹാരാജാവ് കവിതിലകൻ സാഹിത്യ നിരൂപകൻ എന്നീ ബഹുമതികളും നൽകി പണ്ഡിറ്റ് KP കറുപ്പനെ ആദരിച്ചിട്ടുണ്ട്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ 1907.
കൊച്ചി പുലയ മഹാസഭയുടെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് 1913 KP കറുപ്പൻ. കല്യാണദായനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ 1912. 1925 പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രചിച്ച നാടകമാണ് ബാലാകലേശം. കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച നാടകമാണ് ബാലാകലേശം. ബാലാകലേശം ആര് രചിച്ച നാടകമാണ് എന്നായിരിക്കും PSCയുടെ ചോദ്യം. അത് പണ്ഡിറ്റ് KP കറുപ്പൻ. മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഉദ്യാന വിരുന്നിൽ അവഗണിക്കപ്പെട്ടതിൽ മനംനൊന്ത് രചിച്ച കൃതിയാണ് ഉദ്യാന വിരുന്ന്. എന്താണ്? മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഉദ്യാന വിരുന്നിൽ അവഗണിക്കപ്പെട്ടതിൽ മനംനൊന്ത് KP കറുപ്പൻ രചിച്ച കൃതിയാണ് ഉദ്യാന വിരുന്ന്. ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് സമാധി സപ്തകം. പണ്ഡിറ്റ് KP കറുപ്പൻ ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് സമാധി സപ്തകം. 1938 മാർച്ച് 23 പ്ലൂർസി എന്ന അസുഖം ബാധിച്ച് കറുപ്പൻ മരണപ്പെട്ടു. 1938 മാർച്ച് 23 പ്ലൂർസി എന്ന അസുഖം ബാധിച്ച് കറുപ്പൻ മരണപ്പെട്ടു. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം 2013 നേടിയത് സുഗതകുമാരിയാണ്. 2013 പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാടാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാട്. ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് സമാധി സപ്തകം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. 1938 മാർച്ച് 23 പ്ലൂർസി എന്ന അസുഖം ബാധിച്ച കറുപ്പൻ മരണപ്പെട്ടു. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം 2013 നേടിയത് സുഗതകുമാരി. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചത് വി വിദ്യാനന്ദനാണ്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചത് വി വിദ്യാനന്ദൻ. രണ്ടാമത്തെ ചോദ്യം അക്കമ്മച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ്. അക്കമ്മച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവി. 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ തൊമ്മൻ ചെറിയാൻ്റെയും അന്നമ്മയുടെയും മകളായി അക്കമ്മച്ചെറിയാൻ ജനിച്ചു. 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ തൊമ്മൻ ചെറിയാൻ്റെയും അന്നമ്മയുടെയും മകളായി അക്കമ്മച്ചെറിയാൻ ജനിച്ചു. 1909 കോട്ടയം ജില്ലയിലാണ് അക്കമ്മച്ചെറിയാൻ ജനിച്ചത്. അക്കമ്മച്ചെറിയാൻ്റെ നേതൃത്വത്തിൽ തമ്പാനൂരിൽ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കവടിയാർ കൊട്ടാരത്തിലേക്ക് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ബഹുജന റാലിയാണ് രാജധാനി മാർച്ച്. രാജധാനി മാർച്ച് നടത്തിയത് അക്കമ്മച്ചെറിയാൻ്റെ നേതൃത്വത്തിലാണ്. 1938 രാജധാനി മാർച്ച് നടന്ന വർഷം 1938. അക്കമ്മച്ചെറിയാൻ്റെ നേതൃത്വത്തിൽ തമ്പാനൂരിൽ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കവടിയാർ കൊട്ടാരത്തിലേക്ക് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ബഹുജന റാലിയാണ് രാജധാനി മാർച്ച്. രാജധാനി മാർച്ച് നടന്ന വർഷം 1938. ബ്രിട്ടീഷ് പോലീസ് മേധാവി റാലിക്കെതിരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടപ്പോൾ ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ ആദ്യം വെക്കൂ എന്ന് പ്രഖ്യാപിച്ച ധീരവനിതയാണ് അക്കമ്മച്ചെറിയാൻ. എന്താണ്? ബ്രിട്ടീഷ് പോലീസ് മേധാവി റാലിക്കെതിരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടപ്പോൾ ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ ആദ്യം വെടിവെക്കൂ എന്ന് പ്രഖ്യാപിച്ച ധീരവനിതയാണ് അക്കമ്മച്ചെറിയാൻ. സംസ്ഥാന കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ നിർദ്ദേശപ്രകാരം 1938 അക്കമ്മച്ചെറിയാൻ രൂപവൽക്കരിച്ചതാണ് ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മച്ചെറിയാൻ 1938 സംസ്ഥാന കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ
നിർദ്ദേശപ്രകാരം 1938 അക്കം ചെറിയാൻ രൂപവൽക്കരിച്ചതാണ് ദേശസേവികാ സംഘം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കം ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കം ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കം ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കം ചെറിയാനാണ്. ടൈപ്പിങ്ങിലെ തെറ്റ് മനസ്സിലാക്കി പഠിക്കണം. 1114 1714 എൻ്റെ കഥ എന്നാണ് എഴുതിയിട്ടുള്ളത്. ശരിക്കും 1114 കഥ എന്നാണ് ശരിക്കുമുള്ളത്. 1985 അക്കം ചെറിയാൻ അന്തരിച്ചു. 1985 അക്കം ചെറിയാൻ അന്തരിച്ചു. അക്കം ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരം. അക്കം ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് AKG അറസ്റ്റ് ചെയ്ത വർഷം 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് AKGയെ അറസ്റ്റ് ചെയ്ത വർഷം 1930. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനാണ്. 32 പേരടങ്ങുന്ന സംഘം 32 പേരടങ്ങുന്ന സംഘം K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും 1930 ഏപ്രിൽ 11 പയ്യന്നൂരിലേക്ക് തിരിച്ചു. ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്ത് എത്തിച്ചേരുകയും ഏപ്രിൽ 23 ഉപ്പു നിയമം ലംഘിക്കുകയും ചെയ്തു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K. കേളപ്പൻ 32 കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ 32 പേരടങ്ങുന്ന സംഘം K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് 1930 ഏപ്രിൽ 11 പയ്യന്നൂരിലേക്ക് തിരിച്ചു. ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്ത് എത്തിച്ചേരുകയും ഏപ്രിൽ 23 ഉപ്പു നിയമം ലംഘിക്കുകയും ചെയ്തു. അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരേ എന്ന ഗാനമാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ചത്. അംശി നാരായണപിള്ള വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരേ എന്ന ഗാനമാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ചത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമാണ് പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമാണ് പയ്യന്നൂർ. പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമാണ് പയ്യന്നൂർ. പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ജയിലിലടക്കപ്പെട്ട PC കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ഉപ്പു സത്യാഗ്രഹത്തെ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ജയിലിലടക്കപ്പെട്ട PC കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ്, പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ്, പയ്യന്നൂർ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാനുള്ള അവകാശം നൽകിയത്, നാലാമത്തെ ക്വസ്റ്റ്യൻ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26 തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26
തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 ആലപ്പുഴയിൽ സ്ഥാപിതമാകുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 ആലപ്പുഴയിൽ സ്ഥാപിതമാകുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗസ്ഥാനങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണമെന്ന ആവശ്യവുമായി 1891 ജനുവരി 1 10,028 പേർ ഒപ്പുവെച്ച മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗസ്ഥാനങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണമെന്ന ആവശ്യവുമായി 1891 ജനുവരി 1 10,028 പേർ ഒപ്പുവെച്ച മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. സർക്കാർ സ്കൂളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് 13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതും ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. സർക്കാർ സ്കൂളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് 13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതും ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ്. 1925 ഗാന്ധിജി സന്ദർശിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. 1925 ഗാന്ധിജി സന്ദർശിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. PC ട്രിക്സിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക്